ഇതെന്തു മക്കളെ? ഇതോ? ഇത് ചോറ്. അതെന്തു മക്കളെ? അത് തോരൻ. തോരൻ. അപ്പൊ ഇതെന്തുവാ? സാമ്പാർ. ഓ, ഇത് രസമായിരിക്കും അല്ലേ? അപ്പൊ ഇതെന്തുവാ? ഇത് മെഴുക്കുവരട്ടി. നീ മറക്കാൻ വെച്ചത് എന്തായി? ഞാൻ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം, അത് അനുസരിക്കണം. അനുസരിക്കാം. അമ്മൂമ്മ ഞങ്ങളുടെ മോള്, ഞാൻ അച്ഛൻ, ഇതമ്മ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയുന്ന എല്ലാം എനിക്ക് മേടിച്ചു തരണം. എന്നെ വിഷമിപ്പിക്കാൻ പാടില്ല, ഞാൻ മോളല്ലേ. അത് അമ്മൂമ്മ അല്ലെങ്കിലും അങ്ങനെ തന്നെ ആണല്ലോ. അമ്മൂമ്മ വിഷമിപ്പിക്കാൻ പാടില്ല. അമ്മൂമ്മ ചോദിക്കുന്ന എല്ലാം മേടിച്ചു. എങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കുന്നില്ല, ഞാൻ പോവാ. അല്ല, എന്റെ മോളല്ലേ. ഇല്ല 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 ഇല്ല. ഈ മർദ്ദം സെറ്റായോ? ആവട്ടെ, തിരിക്കടിക്കില്ലേ. അടുപ്പത്ത് വെച്ചല്ലേ ഉള്ളൂ. അച്ഛനാന്ന് പറഞ്ഞ നടന്നാ പോലെ. അടുക്കള കാര്യമെന്നറിയാം. അതെങ്ങനെയാ? എന്റെ കഷ്ടപ്പാടൊന്നും നിങ്ങൾക്ക് അറിയണ്ടല്ല. അമ്മേ, എനിക്ക് വിശക്കുന്നു. അമ്മേ, എന്തൊക്കെയാ കഴിക്കാനുള്ളേ? മീനുണ്ട്, ചമ്മന്തി ഉണ്ട്, തോരനുണ്ട്, സാമ്പാറുണ്ട്, രസമുണ്ട്. ചിക്കൻ മേടിക്കാൻ പറഞ്ഞിട്ടേ ഇങ്ങനെ മേടിച്ചില്ല. ആണോ? അച്ഛാ, എനിക്ക് ചോറ് വേണ്ട, എനിക്ക് ഐസ്ക്രീം മതി. അതെ, നല്ല ജോലി വരുമ്പോ ഐസ്ക്രീം വെച്ചോണ്ടോ? എനിക്ക് ഐസ്ക്രീം കൊണ്ടുവരും, എനിക്ക് ഐസ്ക്രീം കൊണ്ടുവരും. പിന്നെ എനിക്ക് മീൻ വറുത്തത് 2 എണ്ണം തരണേ. ആയോ? എനിക്കിത് വേണ്ട, ഈ ഇല വേണ്ട. പിന്നെ എനിക്ക് വേറെ മതി. അത് വെച്ച് കഴിച്ചാ മതി, വേറെ കൊടുക്കാം. നീയാ കൊച്ചിനെ ചീത്താക്കുന്ന. മതി 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 അച്ഛാ. കഴിക്ക്, ഒഴിക്ക്. ഇഷ്ടപ്പെടാണ്. രസം കൂടെ ഉണ്ട്. കൊടുത്ത് ഇത്രയും ചോറ് വേണ്ട. അമ്മ എടുത്ത് പറ. അമ്മേ, എനിക്ക് ഇത്രയും ചോറ് വേണ്ട. വലുതാവുമ്പം അമ്മയ്ക്ക് ഉടുപ്പ് മേടിച്ചു തരും, സാരി മേടിച്ചു തരും, പിന്നെ അമ്മയ്ക്ക് മാല വാങ്ങിച്ചു തരും, കമ്മല് വാങ്ങിച്ചു തരും, മൊത്തം വാങ്ങിച്ചു തരാം കേട്ടാ. 2 എണ്ണം മേടിച്ചു തരാം. മേടിക്കാം. കുറച്ച് ബന്ധുക്കാര് വിരുന്നുകാരുണ്ടേ. ഭക്ഷണമുണ്ടോ കഴിക്കാൻ? ഇതെന്താണ്, കല്ലു പാറു ദമ്പതികളുടെ മകളാണോ ഭവാനി? അതെ, എന്തെല്ലാം വേഷം കെട്ടണം, ഇനി എന്തെല്ലാം കെട്ടാൻ കിടക്കുന്നു. അല്ല, ഭവാനിക്കുട്ടിയുടെ അച്ഛന്റെ അമ്മയുടെയും പേര്? ഇതമ്മ, കല്ലു അമ്മ. ഓ, ഞാൻ അച്ഛൻ പരമേശ്വരൻ. ഓ, പാറു, പാർവതി, പരമേശ്വരൻ. ആ റൂട്ട് കൊള്ളാം. കേശുവേ, ഓ, അങ്ങനെയാണെങ്കിൽ പരമേശ്വരന്റെ അനിയത്തി ഗൗരിക്കുട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ കല്ലു ചേച്ചിയുടെ അനിയെ കേശവൻകുട്ടൻ. സെറ്റ്. കല്ലു ചേച്ചി ചോറുണ്ടോ കഴിക്കാൻ? അല്ല, എന്റെ അനിയത്തിയല്ലേ. ഓ, അങ്ങനെ. ശരി, നമ്മൾ ഇരുന്ന് വിളമ്പ്. എന്തൊക്കെ അറിയാവുള്ള? മീനുണ്ട്, തോരനുണ്ട്,
പരിപ്പുണ്ട്, അച്ചാറുണ്ട്, ചോറില്ലേ? ചോറുണ്ട്, രസമുണ്ടോ? ഉണ്ട്, ഉണ്ടോ? എല്ലാം. ഉണ്ടോ? ചോറ് തരുമോ? ഓ തോരൻ. എനിക്ക് ചോറ്. എനിക്ക് അവിടെ കറക്റ്റ് കളവിനിടും. എനിക്ക് എത്ര ഉള്ള? മോയ് എന്തേറ്റി ഇങ്ങനെ ഇരിക്കണേ? ഓ ഒന്നുമില്ലടാ, ഞാനേ ആ ഞാൻ എൻ്റെ കുട്ടിക്കാലം ഒന്ന് ഓർത്തു പോയതാ. ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഇതുപോലായിരുന്നു. ഞങ്ങള് പിള്ളേരെല്ലാം കൂടെ കൂടി കഞ്ഞിയും കറിയും വെച്ച് കളിക്കും. അച്ഛനെയും അമ്മയും കളിക്കാന്നാ പറയുന്നത്. അതൊരു കാലം. ചോനറത്തലയിൽ ഇഷ്ടംപോലെ മുറ്റവും പറമ്പും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടെ നിന്ന് കളിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ഓർത്തു പോയതാ. എൻ്റെ പേരക്കുട്ടികളുടെയും അവരുടെ കുട്ടിയുടെയും കൂടെ കളിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായല്ലോ.